നമസ്കാരം. വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് പാലക്കാടേക്ക് ഒരു യാത്ര പോവുകയാണ്. ഞങ്ങളുടെ പ്ലാൻ ഇവിടുന്ന് ബസ് കയറി നേരെ നീലേശ്വരത്തേക്ക് പോകും. അവിടുന്ന് ട്രെയിൻ മാർഗമാണ് പാലക്കാടേക്ക് പോകുന്നത്. സമയം രാവിലെ 6:30. ഞങ്ങളിപ്പോ ഞങ്ങളുടെ നാടായ നർക്കിലക്കാടിലെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു KSRTC ഒക്കെ ഉണ്ട്. ടൗണൊക്കെ ഇങ്ങോട്ടാണ്. പിന്നെ ഇവിടെ തന്നെ മുന്നിലായി ഒരു പള്ളിയൊക്കെ കാണാം. ഈ ബസ്സില്ലേ, ഇത് മംഗളൂരിലേക്ക് പോകുന്ന ബസ്സാണ്. ഞങ്ങളുടെ നാടായ നർക്കിലക്കാട് നിന്ന് മംഗളൂരു. ഇത് പോകുന്ന ഒരു ചെറിയ റൂട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡയലോഗ് കണ്ടാ, മലയോരത്ത് നിന്നും മലനാട്ടിലൂടെ മംഗലാപുരത്തേക്ക്. ഇതൊരു നല്ലൊരു സർവീസാണ് കേട്ടോ. പിന്നെ നമുക്ക് നീലേശ്വരത്തേക്ക് പോകാനുള്ള ബസ് 6:40 ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. പിന്നെ ഇപ്പോൾ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ തന്നെയാണ്. പോകാനുള്ള ബസ് വരികയാണ്. എളേരി തട്ട് എന്നൊരു സ്ഥലത്തു നിന്നാണ് ഈ ബസ് വരുന്നത്. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് ഞങ്ങളിതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പാലക്കാടേക്ക് ഞങ്ങൾ പോകുന്ന ട്രെയിൻ മംഗളൂരു സെൻറ്ററിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്കുള്ള എക്സ്പ്രസിനാണ്. അതിൽ സ്ലീപ്പർ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ഞങ്ങൾ സൈഡിൽ ലോവർ പ്രിഫറൻസ് കൊടുത്ത സമയത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം പൊതുവെ ഞങ്ങൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ല, നേരെ പോകുന്നത് മിഡിലേക്കാണ്. അതെ, എന്താണെന്ന് അറിയില്ല, ഇന്നേതായാലും അത് കിട്ടി. ട്രെയിൻ നമ്പർ 16160 പ്ലാറ്റ്ഫോം നമ്പർ 2 ഇതാ കടന്നു വരികയാണ്. റോയാപുരം ലോക്കോമോട്ടീവ് ഷെഡിനുള്ള WAP7 ആണ് ലോക്കോമോട്ടീവ്. സ്ലീപ്പറിൽ S5 ആണ് ഞങ്ങളുടെ കോച്ച്. 8:15 നീലേശ്വരത്ത് നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഞങ്ങളുടെ ബർത്ത് ഉള്ളത് ഇവിടെയാണ്, ഈ ഭാഗത്ത്. സൈഡ് അപ്പർ ഇതാ, സൈഡ് ലോവർ ഇതാ. ഇനിയിപ്പം ഒരുപാട് ട്രെയിനൊക്കെ ക്രോസിങ് ഈ ഭാഗത്ത് തന്നെ എടുക്കാം. ഈ ഭാഗത്ത് കിട്ടിയ എന്തായാലും ഉപകാരമായല്ലേ. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ സെക്കൻഡ് സീറ്റിംഗ് കൂടി ഉണ്ട്. ചെറുവത്തൂർ ഈ ട്രെയിനിൽ നവി നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിൽ പിന്നെ ഒരു കുറച്ച് കംഫർട്ടബിൾ കുറവായിരിക്കുമല്ലോ, കാരണം ഇരുന്ന് ഒരേപോലെ പോകണ്ടേ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ വേണമെങ്കിൽ കിടക്കാം, ഇരിക്കാം. അതൊക്കെ കൊണ്ടാണ് സ്ലീപ്പർ ക്ലാസ് എടുത്തത്. ഒരാൾക്ക് പാലക്കാടേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 195 രൂപയാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതൊക്കെ സ്റ്റേഷൻ്റെ വർക്കുകളൊക്കെയാണ്. രാവിലെ പയ്യന്നൂരിലെല്ലാം നല്ല തിരക്കാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ ഇവിടത്തേക്ക് വരും. വരികയാണ്. കണ്ണൂർ മംഗളൂരു പാസഞ്ചർ. ഇതൊക്കെ ഇപ്പോഴത്തന്നെ നല്ല തിരക്കായി. ചെറിയ വണ്ടിയായത്. ഏഴിമല റെയിൽവേ സ്റ്റേഷനാണ് ഇത്. തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ്. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പുണ്ട്. മംഗളൂരുവിൽ ഈ ട്രെയിൻ എത്തി മുംബൈയിലേക്കുള്ള മത്സ്യഗന്ധയിൽ പോകുന്ന ട്രെയിനാണിത്. ബ്രേക്ക് ഷെയറിംഗ് ഉണ്ട്.
ഈ ട്രെയിൻ, അതായത് നമ്മൾ പോകുന്ന ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ല. ട്രെയിൻ ഇപ്പോൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ പഴയങ്ങാടി വന്നാൽ ഇവിടെ ഒരു ബീച്ചുണ്ട്, ചൂട്ടാട്. അത് ഇവിടുന്ന് അടുത്താണ്. അതുപോലെ തന്നെ മാടായിക്കാവിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ട്രെയിൻ ഇറങ്ങിയാൽ മതി. ഒമ്പത് 12 ട്രെയിൻ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ തിരക്കുണ്ടാവും. ഇവിടുത്തെ അനൗൺസ്മെന്റ് ഒക്കെ ടോട്ടലി മാറി. പത്ത് 44 ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കോഴിക്കോട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ പോകുന്നത്. സ്റ്റേഷൻ്റെ കോഡ് CLT എന്നാണ്. കടലുണ്ടി. ഇത് 2 ഭാഗത്തായിട്ടാണ് ഉള്ളത്. ട്രെയിൻ ഇപ്പോൾ തിരൂരിലേക്ക് എത്തുകയാണ്. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. പന്ത്രണ്ട് 37 ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ചോറുണ്ട്, ചിക്കൻ ഫ്രൈ ആണിത്. അതുപോലെ തന്നെ
മോര് കറിയുണ്ട്. രാവിലെ നമുക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കി തന്നെയാണ്. ഇലയിലല്ല കൊണ്ടുവന്നത് ചോറ്, ഇതുപോലുള്ള കണ്ടെയ്നറില്ലേ ഇതിലാണ്. ഇനിയിപ്പോൾ ഷൊർണൂർ ട്രെയിനിൽ 10 മിനിറ്റോളം സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഈ സൈഡ് അപ്പറില്ലേ, സൈഡ് അപ്പറിൻ്റെ ഇവിടെ ചാർജിങ് പോയിൻ്റ് ഒക്കെ ഉണ്ട്. ഈ സൈഡ് അപ്പർ ബർത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇത് വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ, കാരണം രാവിലെ തന്നെ ആക്കിയതാണല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ച് ട്രെയിൻ ഇപ്പോൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇപ്പോൾ 1:13 ഇനി അങ്ങോട്ട് നല്ല മഴ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാ നല്ല മഴക്കാറാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് പാലക്കാട്. ട്രെയിൻ ഇപ്പോൾ പറളി സ്റ്റേഷനിലെത്തിയേ. ഇവിടുന്ന് ഈ ട്രെയിനെ മറ്റൊരു ട്രെയിൻ ഓവർടേക്ക് ചെയ്ത് പോകും. തിരുവനന്തപുരം നോർത്ത് നിന്ന് ഛത്തീസ്ഗഡിലെ കോർബയിലേക്കുള്ള എക്സ്പ്രസ്. കോർബ വണ്ടി വരികയാണ്. നീലേശ്വരത്ത് നിന്നും 273 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷൻ്റെ കോഡ് PGT. രണ്ടേ 20 ഇപ്പോൾ. ഇവിടത്തേക്കൊരു ട്രെയിൻ വരികയാണ്. എക്സ്പ്രസ് ആണിത്. ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയാണ്, ഇവിടെയാണ് നമ്മുടെ ഫ്ലാഗ്. പിന്നെ ഇങ്ങിവിടെ കൊടുത്തൊരു ഫോട്ടോ ഇല്ലേ, അത് മലമ്പുഴ ഡാമിൻ്റേതാണ്. നമ്മളിന്ന് യാത്ര ചെയ്ത ട്രെയിനില്ലേ, ഈ ട്രെയിൻ ഇതിനു മുന്നേ താമ്പരം വരെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചെന്നൈ എഗ്മോർ വരെ തന്നെ ആക്കി. തിരുച്ചിറപ്പള്ളി വഴിയാണ് ഈ ട്രെയിൻ പോവുക. നാളെ വെളുപ്പിന് ഒരു 3:00 കൂടി ഇതവിടെ എത്തും. ഈ റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂം ഉണ്ട്. ട്രെയിൻ ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ അവിടേക്കാണ് പോയത്. ഞങ്ങളുടെ 2 പേരുടെയും ബാഗ് അവിടെ വെച്ചു. 24 മണിക്കൂർ നേരത്തേക്ക് ഒരു ബാഗ് വെക്കാൻ 20 രൂപയാണ് വന്നത്. 2 ബാഗും വെച്ചപ്പോൾ 40 രൂപയായി. അതുപോലെ തന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ മലമ്പുഴ ഡാമിന്റെ ഭാഗത്തേക്കാണ്. ഏകദേശം റെയിൽവേ സ്റ്റേഷൻ ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇറങ്ങി വന്നത് ഇതുവഴിയാണ്. നേരെ ഈ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത്. സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്ക് തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ലോക്കോമോട്ടീവ് ആണ്, പഴയ ഒരു ലോക്കോമോട്ടീവാണ്. ഈ റെയിൽവേ സ്റ്റേഷനുള്ള ഭാഗത്തിൻ്റെ പേര് ഒലവക്കോട് എന്നാണ്. ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ മലമ്പുഴയിലേക്കുള്ള ബസ് ഇവിടെ തന്നെ കിട്ടുമോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് കണ്ട ബസ് സ്റ്റോപ്പ് നല്ല ബസ് കിട്ടുക പോവാൻ. പാലക്കാട് ടൗൺ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സാണ് മലമ്പുഴയ്ക്ക് പോവുക. അതിന് ഇങ്ങോട്ട് വരണം. ആ ഒരു ബസ് മലമ്പുഴ ആണോ എന്ന് നമുക്ക് നോക്കാം. മലമ്പുഴ ഡാമിലേക്കുള്ള ബസ് ഇതാ ഇവിടെ നിന്ന് തന്നെ ഉണ്ട്. ഇതിന് കയറാം. ഇവിടെ ഇരിക്കാം. 2:50 ഇത് എത്ര മണിക്ക് മലമ്പുഴ എത്തും നമുക്ക് നോക്കാം. ഒരുപാട് കോഴിക്കോട് ബസ്സുകളൊക്കെ പോകുന്നതാണ്. മലമ്പുഴയിലേക്ക് ഒരാൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. 2 പേർക്കും കൂടെ 30 രൂപയായി. ഇവിടെ ടിക്കറ്റ് കിട്ടില്ല.
ഇതാണ് മലമ്പുഴ ഡാമിലേക്കുള്ള റൂട്ട്. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല. അതിലൂടെ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഇത്ര വലിയ മലനിരകൾ. മൂന്ന് 10 മലമ്പുഴ എത്തി. 20 മിനിറ്റ് യാത്ര. ഇനി അങ്ങോട്ടാണ് പോവേണ്ടത്. ഇന്ന് ഡാം ക്ലോസ് ആണ്, കാരണം ഇവിടെ വർക്ക് കിടക്കുകയാണ്. പക്ഷേ റോപ്പ് വേ ഇല്ലേ, അത് ഓപ്പൺ ആണ്. ഞങ്ങൾ നേരെ അങ്ങോട്ട് ഇനിയിപ്പോൾ നടന്നിട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം വർക്കാണ്. എന്തായാലും വന്ന സമയം നല്ല ബെസ്റ്റ് സമയമല്ലേ. ചെറിയൊരു പണി കിട്ടിയെന്ന് പറയാണെങ്കിൽ കുറേ വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടത്തേക്ക് ഞങ്ങൾ വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഡ്രോപ്പ് വേന്ന് നല്ല വ്യൂ ഒക്കെ കിട്ടുമോ നമുക്ക് നോക്കാം. അതിന് നമ്മൾ ലാസ്റ്റ് വന്നത് 2019 സ്കൂട്ടർ എടുത്തിട്ടല്ലേ? അതെ, 2019 ഇവിടേക്ക് വന്നത്. ഈ ലാസ്റ്റ് ഭാഗത്താണ് റോപ്പ് വേൻ്റെ ആ ഒരു കൗണ്ടറൊക്കെ ഉള്ളത്. ഇനി അതും കൂടി ഉണ്ടോ നോക്കണ്ടേ? അത് ഉണ്ടെന്നാണ് നേരത്തെ അവിടെ താഴ്ന്ന് പറഞ്ഞത്. എന്തായാലും അത് ഉണ്ടാവും, അതിന് വലിയ പ്രശ്നം ഉണ്ടാവും തോന്നില്ല. മലമ്പുഴയിലത്തെ അക്വേറിയം ഇവിടെയാണ്. ഒരു മീനിന്റെ വലിയൊരു പ്രതിമയൊക്കെ കാണുന്നില്ലേ. എന്തോ ഭാഗ്യമുണ്ടല്ലേ നവീന്ന്. ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനോട് പോയി ചോദിച്ചു, എന്താ പറയാ റോപ്പ് വേ ഉണ്ട്, അവിടെയാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞു. അതൊരു ഭാഗ്യം തന്നെ. കാരണം ഇല്ലെങ്കിൽ മലമ്പുഴയിൽ വന്നിട്ട് ഭയങ്കര ഒരു മിസ്സാൻ വേണ്ടിയായിരുന്നു. പിന്നെ ഇത്രയും ദൂരത്തുനിന്നേ വന്ന് ഇതൊക്കെ കാണാനാണല്ലോ വരുന്നത്. മനു, ഈ റോപ്പ് വേന്റെ മേലെ കയറി കഴിഞ്ഞാൽ ഡാമിന്റെ നല്ലൊരു വ്യൂ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമായിരിക്കും, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതാണ് റോപ്പ് വേ. അതിൻ്റെ ആ ഒരു കൗണ്ടർ എവിടെയാണേ, ടിക്കറ്റ് കൗണ്ടർ ഇവിടെ തന്നെയാണ്. ഇവിടെ സ്വാഗതം എന്നൊക്കെ എഴുതിയത് കാണാം. നേരെ ഇതുവഴി നമുക്ക് കയറി പോവാം. റോപ്പ് വേൻ്റെ ടിക്കറ്റ് ചാർജ് ഇതാണ്. അപ്പോൾ നമുക്ക് 71 രൂപയെ ആകെ വരുന്നുള്ളൂ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. അങ്ങനെ നമ്മളും റോപ്പ് വേയിൽ കയറി. ഇവിടെയാണ് ആ ഒരു പണിയൊക്കെ എടുക്കുന്നത്. ഫോണൊക്കെ നോക്കണം, കാരണം ഇതിലൂടെ താഴോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. 2 പേർക്ക് മാത്രമേ ഇതിന്റെ അകത്ത് കയറി ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ നവി? 2 പേർക്ക് മാത്രമേ ഉള്ളൂ. കയറുന്ന സമയത്ത് പെട്ടെന്ന് കയറേണ്ടി വരും. ആ ഒരു സാഹചര്യമാണ്. പിന്നെ എന്താ പറയാ, വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഈ ഒരു അവിടെ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഹൃദ്രോഗമുള്ളവര്, പ്രഗ്നൻസി, അങ്ങനെയുള്ള ഒരുപാട് അറിയാലോ, ഞാൻ എടുത്ത് പറയുന്നില്ല. അങ്ങനെ പേടിയൊക്കെ ഉള്ളവര് മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡാമിന്റെ ആ ഒരു കാഴ്ച അത് ഇത്ര മാത്രമേ കിട്ടുള്ളൂ. ഇതിന്റെ ഗ്ലാസ് ഒന്നും ക്ലിയർ അല്ല, കണ്ടില്ലേ? ഇത് ഒന്നും ശരിയല്ല. ഒരുപാട് റോപ്പ് വേ ഉണ്ട്. ഇതാ അല്ലെങ്കിൽ ഇതാ ഇതുവഴിയൊക്കെ നമുക്ക് നടന്ന് സുഖമായിട്ട് വരാമായിരുന്നു. കാലൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കണം. ഇവിടെ ഇതാ ഇവിടെയാണ് വെക്കേണ്ടത്. നമ്മുടെ പുറകിലും റോപ്പ് വരുന്നത് നമുക്ക് കാണാം. മഴയെന്ന് വന്നാൽ നനയില്ല. അതിന്റെ മേലെ ഈ ഒരു കോട്ടിങ് ഇല്ലേ, പക്ഷെ കാലിന്റെ ഈ ഭാഗമില്ലേ അതൊക്കെ എന്തായാലും നനയും. പിന്നെ ഞങ്ങൾ ഇത് 2ാമത്തെ റോപ്പ് വേ ആണ്. കാരണം ഇതിന് മുന്നേ ഗുജറാത്തിലെ ഗിർനാറിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊരു 1.5 റോപ്പ് വേ എന്ന് പറയാലോ നവി. പിന്നെ അതുപോലെ തന്നെ അതിന്റെയും ഇതിന്റെയും തമ്മിലൊരു ചെറിയൊരു താരതമ്യം പറയണല്ലോ. അത് റെക്കോർഡ് ഉണ്ട്. അത്ര എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അത് ഉയരത്തിലേക്ക് കയറി പോകുന്ന റോപ്പ് വേ ആണ്. അതിൽ കയറുന്ന സമയത്ത് നമ്മുടെ ചെവിയും അങ്ങനത്തെ കുറച്ച് ചെറിയൊരു വിഷയങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ അത് എനിക്കൊന്ന് കുറച്ചുകൂടെ നമുക്ക് അതിനകത്തുനിന്ന് വലിയൊരു എന്താ പറയുക ഭീതിയൊന്നും തോന്നുന്നില്ലല്ലോ. അതായത് അത് ഫുൾ കവേർഡ് ആണ്. അതായത് അതൊരു വലിയൊരു കൂപ്പേ പോലത്തെയാണ്. അതില് 6-8 ആൾക്കാർക്ക് കയറാൻ തോന്നല്ലേ? കയറുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അതെ, കുറച്ചുകൂടെ പൈസ ചാർജ് കൂടുതലാണ്. മലമ്പുഴ ഡാമിന്റെ ഒരു നടുഭാഗത്തേക്ക് ഇതാ എത്തുകയാണ്. അവിടെയാണ് ആ ഒരു ഷട്ടറുകളൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ നല്ല ഗാർഡനുകളാണിത്. ഈ മലമ്പുഴേൻ്റെ ഇതൊക്കെ നല്ല രീതിയിലാണ് ഇവർ പരിപാലിക്കുന്നത്. ഇത്
ഇതെനിക്ക് തോന്നുന്നു അവിടെ പോയിട്ട് നേരെ തിരിച്ച് ഇതുവഴി തന്നെ വരുന്ന തന്നെയാണ് തോന്നുന്നത്. കാരണം അവിടെ ഇറങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും തോന്നില്ല അല്ലേ? അപ്പ് ആൻഡ് ഡൗൺ എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഗാർഡന്റെ കാര്യം പറയുമ്പോ ഈ മലമ്പുഴയിൽ ഒരു സ്റ്റാച്ചു കൂടി ഇല്ലേ? ആ, യക്ഷീന്റെ ഒരു പ്രതിമയുണ്ട്. അത് ആ ഭാഗത്താണല്ലേ? ആ ഒരു ഭാഗത്ത് എവിടെയോ ആണത്. എന്തായാലും നല്ല വെയിൽ തന്നെയാണ് ഇന്ന്. അതിന്റെ കൂടെ തന്നെ മഴക്കാറും ഉണ്ട്. മഴയും പെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകി വരിക ഇതുവഴിയാണ്. ഇവിടെ എത്തുമ്പോൾ നല്ല കാറ്റ്. ഇതിൻ്റെ മറ്റൊരു പോയിന്റിലേക്ക് ഇതാ നമ്മൾ എത്തുകയാണ്. അവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ കറങ്ങി തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഇതുവഴി ഒരു റോഡൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് തിരിഞ്ഞു പോകും. യെസ്, നമ്മളിതാ കറങ്ങി വീണ്ടും വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. അല്ല, ഇപ്പോൾ ഒരു ആട്ടമൊക്കെ ഉണ്ട് ഇവിടെ. നിൽക്കുന്നതിൽ ആണെന്നു ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ആട്ടം കൂടുതലാണേ. മുന്നിലത്തെ കിടന്ന് ആടുന്നുണ്ടോ?
കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച പ്രതിമ, മലമ്പുഴയിലത്തെ യക്ഷി, അതിൻ്റെ ഒരു പ്രതിമ ഇവിടെയാണ്. മൂന്ന് 20-നാണ് റോപ്പ് വേയിൽ കയറിയത്. ഇപ്പോൾ 3:40 20 മിനിറ്റ് യാത്രയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടേക്ക് വരുവാണെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ചെറിയ പൈസയല്ലേ ഉള്ളൂ. റോപ്പ് വേൻ്റെ അവിടെ നിന്ന് ഈ ഒരു കയറ്റം കയറി ഈ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. വാന നിരീക്ഷണ കേന്ദ്രമാണിത്. ഇതാ ഈ ഒരു വ്യൂ മാത്രമേ നമുക്കിവിടുന്ന് കിട്ടുള്ളൂ. നേരെ നമ്മൾ അതുവഴിയൊക്കെ പോയല്ലോ. അല്ലെങ്കിൽ ഇതാ ഇതിലൂടെയാണ് നടന്നു പോകാനുള്ള ഒരു വഴിയൊക്കെ ഉള്ളത്. മലമ്പുഴ ഡാമിലേക്കുള്ള എൻട്രൻസ് ഇതുവഴിയാണ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെയാണ്. ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു ബോർഡ് വെച്ചത് കാണുന്നില്ലേ, ഇത് അടച്ചിരിക്കുന്നു പറഞ്ഞിട്ട്. അതിൽ ഡേറ്റും കൂടെ വ്യക്തമായിട്ട് തന്നെ കാണാം. സ്നേക്ക് പാർക്കിലേക്കും കവയിലേക്കും ഉള്ള വഴി ഇതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പാലക്കാട് ടൗണിലേക്ക് ഈ കാണുന്ന ബസ്സില്ലേ, ഇതിലേതെങ്കിലും ഒന്നിൽ കയറിയിട്ട് പോവാം. ഇവിടെ ബസ്സിൽ മലയാളം ഇംഗ്ലീഷിന് പുറമെ തന്നെ തമിഴിലും കൂടെ എഴുതിയത് കാണാം. മലമ്പുഴയുടെ അവിടുന്ന് ബസ് കയറി പാലക്കാട് ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നേരെ പാലക്കാട് കോട്ടയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇതുവഴിയാണ് ഇപ്പം നടന്നു വന്നത്. പാലക്കാട് കോട്ടയുടെ എൻട്രൻസ് ഇതുവഴിയാണ്. കോട്ടയിലേക്ക് കയറി വരുന്ന ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ഈ ഭാഗത്തേക്കാണ് ആദ്യം തന്നെ എത്തുക. ഇവിടേക്കാണ് കോട്ടയുടെ എൻട്രൻസ്. പിന്നെ ഇവിടെ ഒരുപാട് മീനുകളൊക്കെ ഉള്ളത് കാണാം. ഒരുപാട് പേര് ഇതൊക്കെ നോക്കുന്നുണ്ട്. കാരണം ഇവിടെ ആമയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മീനുകളെ കാണാം. ഒരു കൂട്ടം മീനുകൾ, അതുപോലെ തന്നെ ഒരു കൂട്ടം ആമകളും. പാലക്കാട് കോട്ടയുടെ ചെറിയൊരു ഹിസ്റ്ററി ഇവിടെ കാണാം. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോട്ട രണ്ടാമത് പുതുക്കി പണിതത് ഹൈദരാലിയാണ്. ഈ ഹൈദരാലി എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ പിതാവാണ്. ഇതുവഴി വന്ന് നേരെ ഇനി കോട്ടയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവാം. ഈ കോട്ട നിർമ്മിച്ചത് ചുണ്ണാമ്പ് കല്ലും കരിങ്കല്ലും കൊണ്ടാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലൊക്കെ ഈ ഒരു കോട്ട ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോട്ട പരിപാലിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇതുവഴി അകത്തേക്ക് കയറാം. അതുപോലെ തന്നെ കോട്ടയുടെ ഈ ഭാഗത്തേക്ക് നമുക്ക് കയറിപ്പോവാം. ചെറിയൊരു വ്യൂ പോയിന്റ് ആണത്. കോട്ടയുടെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. കാരണം ആ സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബസ് കയറി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തിനെത്തി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. റെയിൽവേൻ്റെ ഡോർമെട്രി അത് വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പാടും കാണുന്ന ഇവിടെ ഒരു സ്റ്റെപ്പില്ല. അതുവഴി കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. അവിടെയാണ് റിട്ടയർ റൂമിൻ്റെ റിസപ്ഷനൊക്കെ വരുന്നത്. ഞങ്ങളിത് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ 7:40 ആയതേ ഉള്ളൂ. 8 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. റിട്ടയർ റൂമിൻ്റെ റിസപ്ഷൻ അവിടെയാണ്. ചെക്ക് ഇൻ ചെയ്ത് ഇവിടെ ഒരുപാട് റൂമുകളൊക്കെ അവൈലബിൾ ആണ്, ഡിലക്സ് റൂമൊക്കെ. ഞങ്ങൾ ഈസി ഡോർമെട്രിയാണ് എടുത്തത്. അതിൻ്റെ കീയൊക്കെ കിട്ടി. മെയിൽ ഡോർമെട്രി ഇവിടെ തന്നെയാണ് വാഷ്റൂം ഉള്ളത്. ക്യാബിൻ ടൈപ്പിലാണ് ഇവിടുത്തെ ഡോർമെട്രീസ്. ഇവിടെ ഇരിക്കാനുള്ള ചെറിയൊരു സംവിധാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ക്യാബിൻ 5ഉം 6ഉം ആണ്. ഇതാണ് ഒരു ക്യാബിൻ വരുന്നത്. സിംഗിൾ ബെഡാണ്. അതുപോലെ തന്നെ പില്ലോ ഉണ്ട്. നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാത്രിക്ക് നല്ല തണുപ്പുണ്ടെങ്കിൽ പുതച്ച് കിടക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു ടേബിളുണ്ട്. നമുക്കിതാ ലോക്ക് റിസപ്ഷനിലേക്ക് കോൾ ചെയ്യാം. ഇവിടെ ചെറിയൊരു മിറർ കൂടി ഉണ്ട്. പിന്നെ ഇത് ഇങ്ങനെയാണ് ലോക്ക് ചെയ്യുക. ഡ്രസ്സ് കൊളുത്തി വെക്കാനുള്ള ചെറിയൊരു സ്പേസും കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ ഡോർമെട്രി 3 മണിക്കൂർ, 6 മണിക്കൂർ, 9 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ, 48 മണിക്കൂർ വരെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ 9 മണിക്കൂർ സ്ലോട്ടിലാണ് ബുക്ക് ചെയ്തത്.
9 മണിക്കൂർ സ്ലോട്ടിന് ഒരാൾക്ക് വന്ന ചാർജ് 350 രൂപയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓൺലൈൻ വഴി ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഓഫ്ലൈൻ ആയിട്ട് ഇവിടെ അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കിട്ടും. പക്ഷെ അവൈലബിൾ ഉണ്ടാവാൻ മിക്കപ്പോഴും ചാൻസ് ഇല്ല എന്നാണ് റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞത്. കാരണം എപ്പോഴും ബുക്കിംഗ് ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 8 മണി മുതൽ നാളെ രാവിലെ 5 മണി വരെയാണ് 9 മണിക്കൂർ എടുത്തിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടുന്ന് രാവിലെ 6:10 തിരുച്ചെന്തൂരേക്ക് പോകുന്ന എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസം യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. തിരുച്ചെന്തൂർ എക്സ്പ്രസ് അല്ല, തിരുച്ചെന്തൂർ പാസഞ്ചർ. കാരണം അതിലൊരു 1.5 യാത്ര തന്നെയാവും അല്ലേ? അത് പറയുന്ന സമയത്ത് അതിലെനിക്കൊന്ന് എന്താ പറയാ, രാവിലെ 6 മണി സമയത്ത് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണി ആവാണ്ട് ഇറങ്ങാൻ പറ്റും. അത്ര നേരം യാത്ര ചെയ്യണം. അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ആയിട്ട് വയ്ക്കും. ബൈ.